2022 സെപ്റ്റംബർ 20-ാം തീയതിയാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ചത്. അതിന് പ്രത്യേകം കാരണങ്ങളുണ്ട്. രാജ്യത്ത് ഇരുന്നു കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും വിദേശത്ത് നിന്ന് രാജ്യത്തെ തകർക്കാനായി ഫണ്ടുകൾ വാങ്ങുകയും ആ ഫണ്ടുകൾ പല അക്കൗണ്ടുകളിലേക്കും കൈമാറി രാജ്യത്തെ തകർക്കാൻ പല വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയും പല തീവ്രവാദികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തെ തകർക്കാനായി സമരങ്ങൾ നടത്തുകയും ആ സമരങ്ങളുടെ മറവിൽ രാജ്യത്തെ പലതരത്തിലുള്ള അട്ടിമറ നടത്താനുമൊക്കെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് PFI എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടന, അങ്ങനെ തന്നെ പറയണം, ആ സംഘടന കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അപ്പോൾ അതിലുള്ള അണികളൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് പിന്നീട് അവർ CPM-ലോട്ടും കോൺഗ്രസിലോട്ടും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലേക്കും ചേക്കേറി. പിന്നീട് അവർ മാക്സ് 7 എന്ന് പറയുന്ന ഒരു വ്യായാമ പരിശീലനവുമായി രംഗത്ത് വന്നു. അത് PFIയുടെ മറ്റൊരു പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ലെ ചില നേതാക്കൾ രംഗത്ത് വരികയും PFIയുടെ ചില നേതാക്കളെ ഭയന്നുകൊണ്ട് പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തതൊക്കെ കേരളം ചർച്ച ചെയ്തതാണ്, കണ്ടതും കേട്ടതുമാണ്. PFI എങ്ങോട്ടും പോയിട്ടില്ല, ഇപ്പോഴും ഇവിടെയുണ്ട്. PFIയുടെ അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ PFIയുടെ നേതാക്കന്മാർ തീഹാർ ജയിലിൽ ഉണ്ടെങ്കിലും അതിൻ്റെ 2ാം നിര 3ാം നിര ആളുകളൊക്കെ നേതാക്കന്മാരൊക്കെ ഇപ്പോഴും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സേനയ്ക്ക് മനസ്സിലായി, അല്ലെങ്കിൽ NIA-ക്കും ED-ക്കും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ SDPIയുടെ കൃത്യമായ ഫണ്ടുകൾ വരുന്നതിനെക്കുറിച്ചും SDPI തുടർന്ന് വരുന്ന നിലപാടുകളെക്കുറിച്ചും SDPIയുടെ പോക്കിനെക്കുറിച്ചുമൊക്കെ കൃത്യമായി അന്വേഷിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ പേരിലാണ് SDPIയുടെ ദേശീയ അധ്യക്ഷൻ ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല 262 കോടിയുടെ പണമിടപാടുകൾ ED കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 29 അക്കൗണ്ടുകളിൽ നിന്നായി SDPI വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങിയതിൻ്റെയും ആ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നതിൻ്റെയൊക്കെ വ്യക്തമായ കാര്യങ്ങൾ EDക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇവിടെ SDPIയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇപ്പോഴും PFI പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം NIA-ക്ക് കൃത്യമായി കിട്ടി. നമുക്കറിയാം PFI നേതാക്കന്മാരെ NIA കൊണ്ടുപോയത് എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് SDPI എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണമെങ്കിൽ പെട്ടെന്ന് കഴിയില്ല എന്ന് കേന്ദ്രത്തിലിരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും മോദിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ നന്നായിട്ടറിയാം. അപ്പോൾ ഇവർ ഇത് നിരോധിക്കാനായുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ്, തേടുകയാണ്. SDPIയുടെ മുദ്രാവാക്യം കേരളം ഒരിക്കലും മറക്കില്ല. അവിലും മലരും കുന്തിരിക്കവും കാത്തുവച്ചോ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്ന് കൊച്ചുകുട്ടിയെ തോളിലിരുത്തിക്കൊണ്ട് SDPI പറഞ്ഞത് കേരളത്തിലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമാണ്. അതായത് ഇസ്ലാമിൻ്റെ രാജ്യം കൊണ്ടുവരാനായി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ മടിക്കില്ല എന്നാണ് SDPI പറയുന്നത്. നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ നമുക്കുണ്ട്, പക്ഷെ അവരൊരിക്കലും ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഇന്ത്യയെ മതേതരത്വ രാജ്യമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില മത തീവ്രവാദികൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതികൾ മെനയുമ്പോൾ അതിനെ അടപടലം ഇല്ലാതാക്കി കളയുകയാണ് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇവിടെ പെരുമ്പാവൂരിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനായി, തങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് കാണിക്കാനായി, കേന്ദ്ര സർക്കാരിനെ ഒന്ന് ഭയപ്പെടുത്താനായി വമ്പൻ മാർച്ചിന് തയ്യാറെടുക്കുകയാണ് SDPI, പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തിയിലൂടെ. പെരുമ്പാവൂർ നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളികൾ വാഴുന്ന ഒരു ബംഗാളാണോ കേരളമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നാടായി പെരുമ്പാവൂർ മാറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പല ബംഗ്ലാദേശികളും നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് എത്തി പെരുമ്പാവൂരിലാണ് താമസിക്കുന്നത്. കേരളം ആർക്ക് വന്നാലും ഏത് തീവ്രവാദികൾക്ക് വന്നാലും കയറി വരാവുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് പെരുമ്പാവൂരിൽ നിന്ന് പിടിക്കപ്പെടുന്ന പല ബംഗ്ലാദേശികളുടെ അറസ്റ്റിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വന്ന ബംഗ്ലാദേശികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വമ്പൻ മാർച്ച് നടത്താനാണ് SDPI തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങൾ വലിയ ജനക്കൂട്ടമുള്ള ആളുകളാണ്, തങ്ങളുടെ ശക്തി പ്രഭാവം ഇങ്ങനെയാണ്, അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല, തങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് SDPI. മാർച്ച് പറയുന്നത് താമരശ്ശേരിയിൽ കൂടെയുള്ള സഹപാഠികളുടെ അടിയേറ്റ് മരിച്ച ഷഹബാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ
വമ്പൻ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഷഹബാസ് താമരശ്ശേരിക്കാരനാണ്, കോഴിക്കോട്. താമരശ്ശേരിയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാതെ, മലപ്പുറത്ത് സംഘടിപ്പിക്കാതെ, അതിർത്തിയിൽ കിടക്കുന്ന വയനാടിൽ സംഘടിപ്പിക്കാതെ ഇങ്ങ് പെരുമ്പാവൂരിൽ ഷഹബാസിനോ ഷഹബാസിന്റെ കുടുംബാംഗങ്ങൾക്കോ പെരുമ്പാവൂരുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ ഷഹബാസിന് വേണ്ടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് SDPI. എന്ത് കാര്യത്തിനെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഷഹബാസ് എന്ന് പറയുകയാണെങ്കിലും പിന്നിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്ര സർക്കാരിന് കാണിച്ചു കൊടുക്കാനാണ്. കളിക്കുന്നത് ആഭ്യന്തരമന്ത്രിയോടും കേന്ദ്ര സേനയോടും NIA ഒക്കെയാണ് എന്നുള്ളത് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചരട് വലിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും മുന്നിൽ നിന്ന് കളിക്കുന്ന SDPI മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വമ്പൻ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രസേന കൃത്യമായി പെരുമ്പാവൂരിലെ ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പ്രതിഷേധ മാർച്ച് ഒരു തരത്തിലും നടത്താൻ കേന്ദ്ര ഏജൻസി NIA സമ്മതിക്കില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കുക എന്നുള്ളതാണ്. പല രീതിയിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, പല തരത്തിൽ ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചുകൊണ്ട്, അവരെ വിഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം നടപ്പിലാക്കാനുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് കേന്ദ്രസേന കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. തീഹാർ ജയിലിൽ ഉണ്ട തിന്നണ്ട എങ്കിൽ, ഇടിമുറികളിൽ അല്ലെങ്കിൽ ഇരുട്ടുമുറികളിലിട്ട് നിന്നെയൊക്കെ ഇടിച്ച് പിഴിയണ്ട എങ്കിൽ മര്യാദയ്ക്ക് എന്താണോ രാഷ്ട്രീയ പാർട്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്തുകൊണ്ട് സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് SDPIക്ക് നല്ലത് എന്ന മുന്നറിയിപ്പും കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ നിരോധനം ഉടൻ തന്നെ പ്രാവർത്തികമാക്കാൻ കേന്ദ്രത്തിനൊരു മടിയുമില്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയും നിരോധിക്കണമെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെടില്ല. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്, എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, ഇക്കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ SDPIയുടെ പതനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.